السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം പാരായണം ചെയ്യാനും മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണങ്ങൾ വായിച്ചു മനസ്സിലാക്കാനുമാണ് നമ്മളിങ്ങനെ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഖുർആനിലെ അവസാനത്തെ ജുസ് ജുസ് അമ്മയാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ സൽസലയാണ് അവസാനമായി നമ്മൾ പഠിച്ചത്. അതിനുശേഷം അതിൻ്റെ താഴെ വരുന്ന സൂറത്തുൽ ആദിയാത്ത, യുദ്ധത്തിൻ്റെ രണാങ്കണത്തിലേക്ക് കുതിക്കുന്ന കുതിരകളുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത് എന്നുള്ളത്. വേഗത്തിൽ കുതിക്കുന്ന എന്നർത്ഥമാണ് ആദിയാത്ത് എന്ന വാക്കിന് ഉള്ളതായിട്ട് കാണുന്നത്. ഈ സൂറത്ത് പാരായണം ചെയ്തതിനു ശേഷം ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ളബ്ഹാ فالموديات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. സൂറത്തുൽ ആദിയാത്തിൽ 11 ആയത്തുകളാണ് ഉള്ളത്. ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാത്ത് ളബ്ഹ. വൽ ആദിയാത്ത് എന്ന് പറയുന്നത് വേഗത്തിൽ ഓടുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേഗത്തിൽ ഓടുന്നത്. ളബ്ഹ എന്ന് പറഞ്ഞാൽ അത് ആ മൃഗത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇവിടെ ഏത് മൃഗമാണ് എന്നുള്ളത് വ്യക്തമല്ല. വൽ ആദിയാത്ത് എന്ന് പറയുന്നത് കിതച്ചുകൊണ്ട് ഓടുന്നവ എന്നാണ് പറയുന്നത്. വൽ ആദിയാത്തു ളബ്ഹ എന്ന് പറയുന്നത് കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെ സത്യമെന്നാണ്. അത് ഒട്ടകമാണോ അതല്ല കുതിരയാണോ എന്നുള്ളതിൽ രണ്ട് അഭിപ്രായം കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഒട്ടകമാണ്. അത് ഒട്ടകം ഹജ്ജിൻ്റെ വേളയിൽ അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്കും പിന്നീട് മിനയിലേക്കും ഒക്കെ സഞ്ചരിക്കാറുണ്ട്. അതാണ് ഇവിടെ പറയാനുള്ള കാരണം എന്ന് ചിലർ പറയുന്നു. കാരണം ഇത് കുതിരയാണെങ്കിൽ അത് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. മക്കയിലാകട്ടെ ജിഹാദിൻ്റെ ആയത്തുകളൊന്നും തന്നെ അവതരിച്ചിട്ടില്ല. ഇത് മക്കിയായ സൂറത്താണ്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, അതാണ് ബഹുഭൂരിപക്ഷം പറയുന്നതും ഏറ്റവും ശരിയായിട്ടുള്ളതും. ഇവിടെ സൂചിപ്പിക്കുന്നത് കുതിരകൾ തന്നെയാണ്. മനസ്സിലാക്കിയതുപോലെ കുതിരകൾ തന്നെയാണ്. ജിഹാദിൻ്റെ ആയത്ത് ഇസ്ലാമിക നിയമങ്ങളിൽ മക്ക കാലഘട്ടത്തിൽ വന്നിട്ടില്ല എങ്കിലും കുതിരയുമായി ബന്ധപ്പെട്ട അതിൻ്റെ യുദ്ധങ്ങളും മറ്റുമൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അഥവാ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഹക്കിന് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ ദുൽമിന് വേണ്ടിയിട്ടായിരിക്കും, അക്രമത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള അഭിസംബോധിതർക്ക് കുതിരയുമായി ബന്ധപ്പെട്ട അത് യുദ്ധത്തിൽ എന്തുമാത്രം അതിൻ്റെ സ്വാധീനവും എന്തുമാത്രം അതുകൊണ്ടുള്ള പ്രയോജനവും ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് അറിയുന്നതാണ്. ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്തുള്ള അഭിസംബോധിതർക്ക് അറിയുന്നതാണ്. അതുകൊണ്ട്
ഇത് കുതിര തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. വൽ ആദിയാത്തി ലബ്ഹ, കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെ സത്യം എന്നാണ്. ലബ്ഹ് എന്ന് പറയുന്നത് ആ കുതിരയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ശബ്ദമാണ്. കുതിര കിതച്ചു പോകുന്ന സമയത്ത് നമുക്കറിയാം കുതിര ഒരു പ്രത്യേക തരത്തിലൊരു ശബ്ദം അത് പുറപ്പെടുവിക്കും. സാധാരണ നിൽക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ മറ്റുള്ള കരയുന്ന സമയത്തോ ഉള്ള ആ ഒരു ശബ്ദമല്ല. അത് വേഗത്തിൽ ഓടുമ്പോൾ കുതിരക്കൊരു പ്രത്യേകമായ ശബ്ദമുണ്ട്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെ സത്യം എന്ന് പറയുന്നത് കുതിരയുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നത് അങ്ങേയറ്റത്തെ ശക്തിയിലും വേഗത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ശബ്ദമാണത്. വൽ ആദിയാത്ത് ലബ്ഹ, അത് തന്നെ സത്യം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫൽ മൂരിയാത്തി ഖദ്ഹ, അങ്ങനെ ആ കുതിരയുടെ കുളമ്പ്, കാലിലൊരു കുളമ്പുണ്ട്, അപ്പം അത് ഉരസി തീപ്പൊരി പാറിപ്പിക്കുന്നവ തന്നെ സത്യം. അഥവാ കുതിരയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേഗത കാരണത്താൽ കല്ലുകൾ പരസ്പരം അത് കൂട്ടിമുട്ടുകയും അതിൽ നിന്ന് തീപ്പൊരി ഉണ്ടാകുകയും ചെയ്യും. ഇതെല്ലാം ആ വേഗത എത്രയുണ്ട്, എത്രമാത്രം ശക്തിയിലാണ് അത് ഓടുന്നത് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു സംഭവം അവിടെ വിശദീകരിച്ചു തരികയാണ്. സാധാരണ നമുക്കറിയാം നല്ല ചൂടുള്ള രണ്ട് കല്ലുകൾ ഉരസിക്കഴിഞ്ഞാൽ അതിൽ തീപ്പൊരി ഉണ്ടാകും. ഈ കുതിര വേഗത്തിൽ ഓടുന്ന കാരണത്താൽ അങ്ങനെ കല്ലുകൾക്ക് പോലും അതിൻ്റെ ചൂടേൽക്കുകയും പരസ്പരം അത് ഉരസുകയും അങ്ങനെ തീപ്പൊരി ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൽമൂരിയാത്തി ഖദ്ഹ എന്ന് പറഞ്ഞു. ഖദ്ഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ആ തീപ്പൊരിക്കാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ആ തീപ്പൊരിക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൽ മുഗീറാത്തി സുബ്ഹ, പിന്നീട് ഇതിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് ഇത് പ്രഭാതത്തിലാണ്. പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ തന്നെ സത്യം എന്നാണ് പറയുന്നത്. ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി പൊതുവിൽ രാവും പകലും ഒക്കെ പുറപ്പെടാറുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ ഏറ്റവും നല്ല സമയമായി പറയുന്നത് ഇത് പകലാണ്. അപ്പം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു നാട്ടിലെത്തിയാലും അവിടെ രാത്രിയിലാണെങ്കിൽ രാത്രി അവിടെ തമ്പടിക്കും. രാവിലെ അവിടെ ബാങ്ക് വിളിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. അങ്ങനെ ബാങ്ക് വിളിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടത്തേക്ക് യുദ്ധം ചെയ്യുകയില്ല. കാരണം ഇസ്ലാമിനെ ഉപദ്രവിക്കുന്ന ശത്രുക്കളും മറ്റൊന്നും ആയിരിക്കുകയില്ല അവിടെ. അപ്പം അങ്ങനെയാണെങ്കിൽ അവരെ വെറുതെ വിടും. അതല്ല എങ്കിൽ അവരുമായി പോയി ബാക്കിയുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പുറപ്പെടുന്ന സമയത്ത് ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഉറക്കിലായിരിക്കും, ഉണർന്നാൽ തന്നെയും അലസതയിലായിരിക്കും. അതുകൊണ്ട് ശത്രുക്കളോട് ഏറ്റുമുട്ടുന്ന സമയത്ത് ഏറ്റവും നല്ലത് രാവിലെയാണ്. അതുകൊണ്ടാണ് പ്രത്യേകമായി പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ തന്നെ സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അത് കുതിരയെ കുറിച്ചിട്ടാണ്. ഫൽ മുഗീറാത്തി സുബ്ഹ. പിന്നീട് പറയുന്നു ഫഅസർന ബിഹി നഖഅ. ഫഅസർന, അത് ഇളക്കി വിടുന്നവയാണ്. എന്തിനെ? ഫഅസർന ബിഹി നഖഅ, അന്നേരത്തെ പൊടിപടലം ഇളക്കി വിടുന്നു. അതായത് കുതിര ഈ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഒന്നുകിൽ ആ ഫജറിന്റെ സമയത്ത് ഉണങ്ങിയ സമയമായിരിക്കും. അപ്പോൾ അവിടെ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ഈ കുതിരയുടെ വേഗത്തിലുള്ള സഞ്ചാരം കാരണത്താൽ അവിടെ പൊടിപടലം ഉണ്ടാകുന്നു. ഫവസത്ന ബിഹി ജംഅ, അങ്ങനെ ശത്രു സംഘത്തിന്റെ നടുവിൽ അത് പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതിലുള്ള ആ സഞ്ചാരിയും കൊണ്ട്, ആരാണോ ആ കുതിരയെ ഓടിക്കുന്നത്, ആ കുതിരയെ ചലിപ്പിക്കുന്ന വ്യക്തിയുമായി ശത്രുക്കളുടെ നടുവിലേക്ക് തന്നെ, അത് ഏറ്റവും അടുത്ത ശത്രുക്കളുടെ നടുവിലാണ്, അവിടേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിരയുമായി ബന്ധപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉപകാരങ്ങളെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറയാം. ചിലർ പറഞ്ഞു ഇത് കുതിര യജമാനൻ നൽകുന്ന ആ ചെറിയ വെള്ളവും ഭക്ഷണമൊക്കെ കാരണത്താൽ അതെന്തുമാത്രം അതിന് നന്ദി കാണിക്കുന്നു, എന്തുമാത്രം, അതിന് മറ്റൊന്നും ലക്ഷ്യമില്ല. ആ കുതിര അതിന് കൊടുക്കുന്ന ഭക്ഷണവും മറ്റുമൊക്കെ കാരണത്താൽ അത് ആ യജമാനന് വഴങ്ങുകയാണ്. യജമാനൻ പറയുന്നിടത്തേക്ക് അത് ശക്തിയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി അത് പ്രവേശിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ പറയുന്നത്. പിന്നീട് പറഞ്ഞത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുന്നത് തൻ്റെ റബ്ബിനോട് കടുത്ത നിഷേധം കാണിക്കുന്നവൻ തന്നെയാണ് എന്നാണ്. ഇവിടെ മനുഷ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അൽ ഇൻസാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ മനുഷ്യരാണോ, മനുഷ്യവർഗം എന്നാണോ, അതല്ല കാഫിറുകളാണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ മനുഷ്യരാണ്. അഥവാ എങ്ങനെയുള്ള മനുഷ്യർ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആ ഹിദായത്തിന് നന്ദി കാണിക്കാത്തതായ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തതായ മനുഷ്യരെ കൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവൻ തന്നെയാണ് എന്നാണ്. മഹാനായ താബിഈ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ
അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നഹു യുഅദ്ദിദുൽ മസാഇബ് വയൻസൻ നിഅം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സംഭവിക്കുന്ന മുസീബത്തുകളൊക്കെ എണ്ണി എണ്ണി പറയും, എന്നാൽ ലഭിച്ച അനുഗ്രഹങ്ങൾ അത് മറന്നുപോവുകയും ചെയ്യും. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ നന്ദികേട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തെങ്കിലുമൊക്കെ മുസീബത്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആലോചിക്കും. ഇന്ന സമയത്ത് എനിക്ക് രോഗം ഉണ്ടായിട്ടുണ്ട്, ഇന്ന സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഇന്ന പ്രയാസം ഉണ്ടായിട്ടുണ്ട്, കുടുംബത്തിൽ അങ്ങനെ ഉണ്ട്, കടമുണ്ട്, ഇങ്ങനെ എന്തൊക്കെ മുസീബത്തുണ്ടോ ഇതൊക്കെ അവൻ എണ്ണി എണ്ണി ചിന്തിക്കും. എപ്പോഴും ആ ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും, അവനെ മനസ്സിൽ അലട്ടുന്നുണ്ടാകും. എന്നിട്ട് ആ ഒരു പ്രയാസത്തിലാണ് അവിടെ ഉണ്ടാവുക. എന്നാൽ അള്ളാഹു നൽകിയ അതിനേക്കാൾ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട്, അത് അവന് ഓർമ്മ ഉണ്ടാവുകയില്ല, അത് മറന്നു. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണത്. ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രകൃതമാണ്. ഒരു ഹദീസിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നന്ദി കെട്ടവരാണ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സ്വഭാവ ദൂഷ്യം എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. അതായത് ഭർത്താവ് എപ്പോഴും ഒരുപാട് നന്മകൾ ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്തു, എപ്പോഴെങ്കിലും ഒരു കാര്യം അതിൽ വീഴ്ച വരുത്തിയാൽ അവൾ പറയും. എന്താണ് അവൾ പറയുന്നത്? നിങ്ങൾ എന്താണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പറയും. എന്ത് നന്മയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് ഖൈറാണ് നിങ്ങൾ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത് എന്ന പോലെയുള്ള നന്ദി കെട്ട സംസാരം അത് സംഭവിക്കും. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു കാരണം പറഞ്ഞത് അതാണ്, അവർ നന്ദി കെട്ടവരാണ്. അത് മനുഷ്യർക്കും ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമല്ല, ഇത് പൊതുവിൽ മനുഷ്യർക്കുള്ള ഒരു ദുർഗുണമാണ്. സ്ത്രീകളിൽ അധികമായി കണ്ടുവരുന്നു എന്ന് മാത്രം. കാരണം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരെയുമാണ് പറഞ്ഞത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, റബ്ബിനോട്, റബ്ബിന്റെ മുഴുവനുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തതും ഒരുപാട് നന്മകൾ ചെയ്തു കൊടുത്തപ്പോൾ ഭാര്യ നന്ദി കാണിക്കുകയാണ്. മനുഷ്യന്മാരെ മുഴുവൻ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൻ നൽകിയ ആ നിഅമത്തുകളൊക്കെ അവൻ മറന്നുകൊണ്ട് അവൻ എപ്പോഴും എന്ത് ചെയ്യാണ്? നന്ദി കെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഏതൊരു അനുഗ്രഹങ്ങൾക്കും നമ്മുടെ ബാധ്യത ശുക്ർ കാണിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തുള്ള ശരീരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് അള്ളാഹിനെ ധിക്കരിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി അമലുകൾ ചെയ്യാൻ വേണ്ടി അവൻ എന്ത് ചെയ്യണം? ആ ശരീരത്തെ അവൻ ഉപയോഗിക്കണം. അവൻ്റെ നാവാകട്ടെ, മറ്റ് ശരീര അവയവങ്ങളാകട്ടെ, കണ്ണാകട്ടെ, കാതാകട്ടെ, ഏതേത് അവയവങ്ങളുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. അപ്പം ആ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ പുകഴ്ത്താതിരിക്കുക, മനസ്സുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അംഗീകരിക്കാതിരിക്കുക, ഇതൊക്കെ അതിനുള്ള നന്ദികേടാണ്. അതുപോലെ ശരീരാവയവങ്ങൾ കൊണ്ട് ധിക്കാരം കാണിക്കുക, ഇതൊക്കെ അവനോടുള്ള നന്ദികേടാണ്. അതാണ് പറഞ്ഞത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് കടുത്ത നിഷേധം പ്രവർത്തിക്കുന്നവൻ തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മനുഷ്യൻ്റെ ഒരു പ്രകൃതം അതാണ്. വഹമലഹൽ ഇൻസാൻ, ഈ ദുനിയാവിന്റെ ഉത്തരവാദിത്തം ആകാശഭൂമികളിൽ ഏറ്റെടുക്കാതെ വിസമ്മതിച്ചപ്പോൾ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇന്നഹു കാന വലൂമൻ ജഹൂല, സൂറത്തുൽ അഹ്സാബ് 72-ാമത്തെ ആയത്ത്. മനുഷ്യൻ അങ്ങേയറ്റത്തെ അക്രമിയും അങ്ങേയറ്റത്തെ വിവരദോഷിയുമാണ് എന്നാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ദുർഗുണങ്ങൾ അവനിൽ എപ്പോഴും ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കുഫാറുകളിലാണ്. കാരണം അള്ളാഹുവിനോട് ഏറ്റവും വലിയ നന്ദികേട് കാണിക്കുന്നത് കുഫാറുകളാണ്. ഏറ്റവും വലിയ ദുൽമ ചെയ്യുന്നത്, ഏറ്റവും വലിയ ജഹലുള്ളത് കുഫാറുകളാണ്. അവരെക്കാൾ കൂടുതൽ ആർക്കുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് അവർ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും അവരിൽ കാര്യങ്ങൾ ബരമേൽപ്പിക്കുകയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് കുഫാറുകളുടെ സ്വഭാവമാണ്. എന്നാൽ ഇത് മുസ്ലിമീങ്ങൾ ഇല്ലാത്തൊരു സ്വഭാവമല്ല. പലപ്പോഴും കുഫാറുകളുടെ പല സ്വഭാവങ്ങളും മുസ്ലിമീങ്ങൾക്കുണ്ട്. ഈ നന്ദികേട് എന്ന് പറയുന്നത് തൗഹീദുള്ള മുസ്ലിമീങ്ങൾക്ക് പോലും ഉണ്ടാവുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവർ പലപ്പോഴും നന്ദികേട് കാണിക്കുന്ന സ്വഭാവം അവർക്കുണ്ട്. അല്ലാഹു തആല പറയുന്നു വഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായും അവൻ തന്നെ അതിനുള്ള സാക്ഷിയാണ്. ഇവിടെ അവൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഉദ്ദേശിക്കുന്നത്, അതല്ല മനുഷ്യനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം തൊട്ടു മുമ്പിലുള്ള ആയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലിറബ്ബിഹി, തൻ്റെ റബ്ബിനോട് അള്ളാഹിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഈ നന്ദികേടിന് സാക്ഷിയാണ് എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. ചിലർ പറഞ്ഞു അല്ല, ഇത് മനുഷ്യനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മനുഷ്യൻ അവൻ നന്ദികേട് കാണിക്കുന്നു എന്നുള്ളത് അവൻ തന്നെ സാക്ഷിയാണ്. ദുനിയാവിൽ അവന് തന്നെ അറിയാം. നമ്മൾ ഓരോരുത്തരും നമ്മൾ തന്നെ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയാണോ നന്ദികേടാണോ നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്? നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണോ അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുകയാണോ കൂടുതൽ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഓരോരുത്തരും നമ്മൾ ദുനിയാവിൽ സാക്ഷിയാണ്. ഇനി നാളെ പരലോകത്തെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശരീരം മുഴുവനും അതിന് സാക്ഷിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ടുവരും. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലഹും ബിമാ കാനൂ യഅമലൂൻ.
പരലോകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്നേ ദിവസം ഓരോരുത്തരുടെ നാവും കൈകാലുകളും അവന്റെ ശരീരവുമെല്ലാം അവൻ പ്രവർത്തിച്ചതിന് സാക്ഷ്യം പറയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടെ പറഞ്ഞത്. അത് മനുഷ്യനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. കുറച്ച് ഉലമാക്കൾ പറഞ്ഞു ഇത് രണ്ടിനും സാധ്യതയുള്ളതാണ്. കാരണം മനുഷ്യന്റെ ഈ നന്ദികേടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാൻ, മനുഷ്യൻ തന്നെയും സാക്ഷിയാൻ, അവൻ ദുനിയാവിലും സാക്ഷിയാകും, നാളെ പരലോകത്തും അവൻ അതിന് സാക്ഷ്യം വഹിക്കും. അതെല്ലാം ഈ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളുന്നു. വഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായും അവൻ അത് തന്നെ അതിനുള്ള സാക്ഷിയാകുന്നു എന്നാണ്. പിന്നീട് മനുഷ്യനെ കുറിച്ച് പറയുന്നത് വഇന്നഹു, തീർച്ചയായും അവൻ, ഇവിടെ മനുഷ്യൻ തന്നെയാണ്, തീർച്ചയായും അവൻ എന്താണ്, ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവൻ ഖൈറിനോടുള്ള ഹുബ്ബ് അത് കടുത്തതാണ് എന്നാണ്. ഇവിടെയുള്ള ഖൈർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മയല്ല, നന്മയെ കുറിച്ചിട്ടല്ല പറയുന്നത്, മറിച്ച് ഇത് ആക്ഷേപിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ അൽ ഖൈർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സമ്പത്താണ്. സമ്പത്തിനെയാണ് ഇവിടെ ഖൈർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അനന്തരാവകാശ നിയമം പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, കുത്തിബ അലൈക്കും, നിങ്ങൾക്ക് മേൽ ബാധ്യതയായിരിക്കുന്നു, ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ, ഇൻ തറക ഖൈറൻ അൽ വസിയ, അവൻ വല്ല സമ്പത്തും ബാക്കി വെക്കുകയാണെങ്കിൽ വസിയത്ത് എഴുതാൻ, അല്ലെ, അവന് യാത്രയിലോ മറ്റോ ഒക്കെ ആണെങ്കിൽ അപ്പോൾ വസിയത്ത് എഴുതണം. ഇത് ആദ്യകാലത്ത് അങ്ങനെ നിയമം ഉണ്ടായിരുന്നു, വസിയത്ത് എഴുതി വെക്കണം, വല്ല വസിയത്ത് ഉണ്ടെങ്കിൽ എഴുതണം. ഇത് അനന്തരാവകാശ നിയമം അത് അങ്ങനെ തന്നെ പോകും. പക്ഷേ അതിന് പുറമെ, അനന്തരത്തിന് പുറമെ മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ അത് വസിയത്ത് എഴുതണം. മനസ്സിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം മരണപ്പെട്ടാൽ അനന്തരാവകാശികൾ അവരുടെ നിയമം അനുസരിച്ചിട്ട് മക്കൾക്ക്, ഭാര്യക്ക്, ഉമ്മാക്ക്, ഉപ്പാക്ക് അതൊക്കെ ഏറ്റെടുക്കും. അപ്പോൾ വസിയത്തുണ്ടെങ്കിൽ പള്ളിക്ക് കൊടുക്കണം, ഇന്നെടുത്ത് കൊടുക്കണം, അത് ആദ്യം എഴുതണം. അപ്പൊ അവിടെ ഇൻ തറക ഖൈറൻ, അവൻ ഖൈർ ഉപേക്ഷിക്കുക എന്ന് ഉദ്ദേശിച്ചത് അൽമാലാണ്, സമ്പത്താണ്. അഥവാ ഖൈർ എന്നുള്ളത് സമ്പത്തിന് ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സൂറത്തുൽ ഫജ്റിൽ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ നിങ്ങൾ സമ്പത്തിനെ വലിയ തോതിൽ ഇഷ്ടപ്പെടുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വലിയൊരു മനുഷ്യന് സംഭവിക്കുന്ന വലിയൊരു മനുഷ്യന്റെ നന്ദികേടിനുള്ള ഒരു ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, തീർച്ചയായും അവൻ സമ്പത്തിനോടുള്ള അവന്റെ സ്നേഹം എന്ന് പറയുന്നത് കഠിനമായതാണ് എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യന്റെ അധിക തിന്മകൾക്കുമുള്ള കാരണം അത് ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിലായിരിക്കും, സമ്പത്തായിരിക്കും. സമ്പത്ത് കൂടിയത് കൊണ്ടാണ് പലപ്പോഴും മനുഷ്യനിലുള്ള അധിക തിന്മയും സംഭവിക്കുന്നത്. കാരണം അത് സമ്പത്തിൽ ഒരുപാട് തിന്മകളുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഒന്നത് സമ്പാദിക്കുന്നിടത്ത് തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യും, അതിൽ തിന്മ വരും. ഇപ്പൊ മനുഷ്യൻ സമ്പത്തിനെ പാഴാക്കി കളയുന്നത്, ഉദാഹരണത്തിൽ പറയുന്നതാണ്, ഹറാമിലൂടെ സമ്പാദിച്ചു കഴിഞ്ഞാൽ അവിടെ തൊണ്ട് തന്നെ സമ്പത്തിന്റെ ഷർറുകൾ അവന് എന്ത് ചെയ്തു, അവനെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ പരലോകത്ത് അവൻ ഹറാമിലൂടെ സമ്പാദിക്കുന്ന ഓരോ രൂപക്കും അവൻ കണക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സംഭവിച്ചത്, അത് കൃത്യമായി പറയേണ്ടി വരും. കാരണം എങ്ങനെയാണോ സമ്പാദിച്ചത്, എന്തിനാണോ ചെലവഴിച്ചത് എന്ന് പറയാതെ പരലോകത്ത് ഒരാൾക്കും ഒരു കാലടിപ്പാട് മുന്നിലേക്ക് വെക്കാൻ സാധിക്കുകയില്ല എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സമ്പാദിക്കുന്ന കാര്യം അത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. ഇനി ഹറാമുകളിലേക്ക് അവൻ ചെലവഴിച്ചാൽ അത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. ഇനി ഹലാലിൽ തന്നെ ഇസ്രാഫ് കാണിച്ചാൽ, ദുർവ്യയം കാണിച്ചാൽ, ആവശ്യത്തിലപ്പുറത്തേക്ക് താൻ പോരിമ കാണിക്കാൻ, അതുപോലെ തന്നെ അഹങ്കാരം കാണിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി ചെലവഴിച്ചാൽ അതൊക്കെ വലിയ ദോഷത്തിലേക്ക് എത്തും. അതേപോലെ ഈ സമ്പത്തിനോടുള്ള പ്രേമം കാരണത്താൽ, അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള അതിയായ സ്നേഹം കാരണത്താൽ മനുഷ്യൻ എന്ത് ചെയ്യും, അള്ളാഹിനെ ധിക്കരിക്കും. അയാൾ നിസ്കരിക്കാൻ മറന്നു എന്തുകൊണ്ടാണ്, കാരണം സമ്പത്തുമായി കൂടി കളർന്ന് സമ്പത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. സുബൈക്ക് എഴുന്നേൽക്കാൻ നേരമില്ല, ലുഹറിന് അവനൊരു സ്റ്റോപ്പില്ല, അവന്റെ കച്ചവടത്തിൽ പോയിക്കൊണ്ടേയിരിക്കുക. അസറിന് അവൻ ഓർമ്മയില്ല, അവൻ തിരക്കിലാണ്, ക്ഷീണത്തിലാണ്. അസറും മഗ്രിബും ഇശാവും, ആ നിസ്കാരം തന്നെ പലരും ഉപേക്ഷിക്കുന്നത് ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. നോമ്പ് ഉപേക്ഷിക്കുന്നത്, നിസ്കാരം ഉപേക്ഷിക്കുന്നത്. ഇനി സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അത് സാധുക്കളെ കൊടുക്കാൻ മറന്നുപോകുന്നത്, അതേപോലെ തന്നെ അനാഥകളുടെ കാര്യത്തിൽ മറന്നുപോകുന്നത്, കുടുംബബന്ധം ചേർക്കുന്ന കാര്യത്തിലൊക്കെ മറന്നുപോകുന്നത്, അങ്ങനെ ഒരുപാട് അവൻ ആ സമ്പത്തിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിക്രമം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, തീർച്ചയായും മനുഷ്യന് സമ്പത്തിനോടുള്ള സ്നേഹം കഠിനമായതായിരിക്കും. ഇത് കഠിനമായ ആ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ആക്ഷേപാർഹമാകുന്നത്. അല്ലാതെ ഏതൊരു മനുഷ്യന്റെയും പ്രകൃതത്തിൽപ്പെട്ട കാര്യമാണ് സമ്പത്തിനോട് അവന് താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളത്. അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. സമ്പത്ത് അത് ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്. ആ നിലക്ക് സമ്പത്തിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിനപ്പുറത്തേക്ക് തന്നെ ഒരു മനുഷ്യൻ സമ്പത്തിനോടുള്ള സ്നേഹം അവന്റെ കൽബിൽ ഉണ്ടാവുക എന്നുള്ളത് അത് പലപ്പോഴും ബഹുഭൂരിപക്ഷം മനുഷ്യരിലും ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ അത് തെറ്റായി മാറുന്നത് ഈ സമ്പത്തിനോടുള്ള അതിയായ സ്നേഹം
അത് സമ്പത്ത് സമ്പാദിക്കുന്ന വേളയിൽ അതിൻ്റെ ഹലാലും ഹറാമും നോക്കുന്നതിൽ നിന്നും അവൻ അശ്രദ്ധയിലാക്കി കഴിഞ്ഞാൽ അത് അബദ്ധമാണ്, അത് വലിയ തെറ്റാണ്. അതല്ലെങ്കിൽ സമ്പത്ത് ചെലവഴിക്കുന്ന വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുപോയാൽ അത് ഈ സ്നേഹം അവന് എന്തായിരിക്കും, നാളെ പരലോകത്ത് അവനെതിരായിരിക്കും എന്നാണ് പറയുന്നത്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈ സമ്പത്തൊക്കെ കൊണ്ട് താന്തോന്നിത്തം ഈ രൂപത്തിൽ തോന്നിയ രൂപത്തിൽ ജീവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഓർമ്മയില്ലേ, അവൻ ചിന്തിക്കുന്നില്ലേ, അഫലാ യഅലം, അവൻ മനസ്സിലാക്കുന്നില്ലേ, ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുകയും തന്നെ ചെയ്യുമെന്ന്. അതായത് ഓരോരുത്തരെയും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖബറിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇവിടെ ദുനിയാവോടുകൂടി കഴിയുകയാണെങ്കിൽ ഈ പറയുന്ന ജീവിതത്തിന് യാതൊരു കുഴപ്പമില്ല. അള്ളാഹിനെ മറന്ന് എങ്ങനെയൊക്കെ ജീവിച്ചാൽ ഇവിടെ ദുനിയാവിൽ തന്നെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ എങ്കിൽ അവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കാം. പക്ഷേ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ കൊണ്ടുവരും. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമാണ്. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ, സൂറത്തു യാസീനിൽ പറഞ്ഞതുപോലെ അവിടെ ഒരു ഘോര ശബ്ദം മാത്രമേ ഉള്ളൂ. ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ, അപ്പോഴതാ മുഴുവൻ ആളുകളും നമ്മുടെ അടുക്കലേക്ക് ഹാജരാകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന് ചിന്തിക്കുന്നില്ലേ, ഈ ഖബറിൽ കിടക്കുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ മനുഷ്യനാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനം മരണപ്പെടുന്ന ആളുണ്ടാവും, ഒരാളും ബാക്കി ഉണ്ടാവുകയില്ല. കുല്ലു മൻ അലൈഹാ ഫാൻ, മുഴുവൻ ആളുകളും ഭൂമിയിൽ നശിച്ചു പോകും. അവസാനത്തെ നിമിഷം ജനിച്ചു പോകുന്ന ആ കുഞ്ഞും അത് മരണപ്പെട്ടു പോകും, ഒരാളും ജീവനോടെ ബാക്കി ഉണ്ടാവുകയില്ല. ഖബറിലുള്ളവരാണെങ്കിൽ ഖബറിൽ പുറത്തു കൊണ്ടുവരും. ഇനി കത്തി എരിഞ്ഞ ആളുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ഇനി വല്ല മത്സ്യമോ വന്യമൃഗമോ ഭക്ഷിച്ചതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും കൊണ്ടുവരും. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവരാത്തതായി ആരും തന്നെ ഇല്ല. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിലുള്ള മുഴുവൻ ആളുകളും മരിച്ചു മണ്ണായ ചാരമായ മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്യും എന്ന കാര്യം അവൻ മറന്നുപോയി, അവൻ അറിയുന്നില്ലേ. വഹുസ്സില മാ ഫിസ് സുദൂർ, അതേപോലെ ഹൃദയങ്ങളിലുള്ളത് പുറത്തേക്ക് വെളിവാക്കപ്പെടുകയും ചെയ്താൽ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് തിന്മകളുണ്ട്, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് മോശത്തരങ്ങളുണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തേക്ക് കൊണ്ടുവരും എന്നതിനെ കുറിച്ച് അവന് യാതൊരു ചിന്തയുമില്ലേ എന്നാണ്. ഈ രണ്ട് ആയത്തുകൾക്ക് തമ്മിൽ ബന്ധമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത്, ആദ്യ ഭാഗം പറയുന്നത് മനുഷ്യന്റെ ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്ന കാര്യം, ശരീരം മണ്ണിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും, അവന്റെ ജസദിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ ആയത്തിൽ വഹുസ്സില മാ ഫി സുദൂർ എന്ന് പറയുന്നത് അവന്റെ ഖൽബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഖൽബിനകത്ത് അവൻ എന്തൊക്കെയാണോ മറച്ചു വെച്ചിട്ടുള്ളത് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ദുനിയാവിൽ മുനാഫിക്കുകളായി ജീവിച്ച ആളുകളുണ്ടാകും, ബാഹ്യമായി മുസ്ലിമായി കാണിക്കുകയും മുസ്ലിമിന്റെ രൂപം സ്വീകരിക്കുകയും എന്നാൽ ഇസ്ലാമിന്റെ ശത്രുവായി പണിയെടുത്ത ഒരുപാട് ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പിന്നെയാണ് ശേഷം. റസൂലുള്ളാഹിന്റെ കാലത്ത് മസ്ജിദുൻ നബവി അങ്ങനെയുള്ള മുനാഫിക്കുകൾ വന്ന് നിസ്കരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ശേഷമുള്ള കാലത്ത് നമ്മൾ പറയേണ്ടതില്ല, ഒരുപാടുണ്ടാകും. ഇസ്ലാമിന്റെ എതിരെ പ്രവർത്തിക്കുന്ന മുസ്ലിം രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉള്ളിലുള്ളത് വെളിവാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും, വെളിവാക്കുന്ന കാര്യങ്ങൾ അതുണ്ടാകും. വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയത്തിലുള്ളത് പുറത്തേക്ക് വെളിവാക്കപ്പെടുകയും ചെയ്താൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, തീർച്ചയായും അവരുടെ റബ്ബ് അന്നേ ദിവസം അവരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അന്നേ ദിവസം അവർ ഒളിപ്പിച്ചു വെച്ചതോ രഹസ്യമാക്കിയതോ പരസ്യമാക്കിയതോ ആയ ഒരു കാര്യം അല്ലാഹു തആല അറിയാത്തതായില്ല. അന്നേ ദിവസം മനുഷ്യരെ കുറിച്ച് പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾ അറിയുകയും അത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്നാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഈ സൂറത്ത് മുഴുവനും ഇത് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യം ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് മനുഷ്യന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു അബദ്ധമായ സമ്പത്തിനോടുള്ള അതിയായ സ്നേഹത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇതേപോലെ പല കാര്യത്തോടും സ്നേഹമുള്ള, പല കാര്യത്തോടും അതിയായ ആഗ്രഹം കാരണത്താൽ അല്ലാഹു തആലയെ മറന്നുകൊണ്ട് ജീവിക്കുന്ന, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തതായ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അപ്പൊ അവർ പരലോകത്ത് ഇങ്ങനെ ഒരു കാര്യം വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായി ചോദിക്കുകയും വിചാരണ നടത്തുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അതൊന്നും മറന്നു പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കണം, അല്ലാഹു തആലക്ക് വേണ്ടി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ ഈ സൂറത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അടുത്ത സൂറത്ത് സൂറത്തുൽ ഖാരിഅയാണ്. അത് പാരായണം ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅതു മൽ ഖാരിഅ
وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. സൂറത്തുൽ ഖാരിഅയാണ് സൂറത്തുൽ ആദിയാത്തിന് ശേഷമുള്ളത്. ഇതും സഹോദരങ്ങളെ മക്കയിൽ അവതരിച്ചതാണ്. ഇതിലും 11 ആയത്തുകളാണ് ഉള്ളത്. അൽ ഖാരിഅ എന്ന് പറയുന്നത് അത് ഖിയാമത്ത് നാളിൻ്റെ മറ്റൊരു പേരാണ്. ഖിയാമത്ത് നാളിന് ഒരുപാട് പേരുകളുണ്ട്. ഇതിനൊക്കെ നമ്മൾ പല പേരുകളും മനസ്സിലാക്കിയിട്ടുണ്ടാകും. അൽ ഹാഖ സൂറത്ത് തന്നെയുണ്ട്, ഖിയാമത്ത് നാളിൻ്റെ ഒരു പേരാണ്. അതേപോലെ തന്നെ ഗാഷിയ, മൂടുന്ന സംഭവം, അത് ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന് നൽകിയിട്ടുണ്ട്. ഓരോന്നും അതിൻ്റെ ഭയാനകത, ആ ദിവസം സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയിക്കുന്നതാണ്. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഘോര ശബ്ദം എന്നാണ്. ഘോര ശബ്ദം, ആ ശബ്ദം മനുഷ്യന്റെ ചെവികളിൽ നിന്നും ഖൽബിലേക്ക് തുളച്ചു കയറുന്ന ശബ്ദമായിരിക്കും. അതുകൊണ്ട് അവന്റെ ഹൃദയം പേടിച്ച് ഉറക്കുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അത്രയും വലിയ പേടിപ്പെടുത്തുന്ന, മനുഷ്യന് സഹിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവൻ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘോര ശബ്ദമായിരിക്കും ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക. അതിനാണ് അൽ ഖാരിഅ എന്ന് പറയുന്നത്. ഖറഅ എന്ന് പറഞ്ഞാൽ തുളച്ച് അവന്റെ ശരീരത്തിലേക്ക്, അവന്റെ ഖൽബിലേക്ക് കയറുന്നതായിരിക്കും. ഖിയാമത്ത് നാളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേരുകൾ നൽകിയിട്ടുള്ളത് അതിന്റെ ഭയാനകതയെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ സൂറത്തിന്റെ ആദ്യ ഭാഗത്തിൽ അൽ ഖാരിഅ, ആ ഘോര ശബ്ദം, അത് എന്ന് പറയുകയാണ്. മൽ ഖാരിഅ, ആ ഘോര ശബ്ദം അത് എന്താണ് ആ ഘോര ശബ്ദം? എന്തിനാണ് അങ്ങനെയുള്ള മാഉൽ ഇസ്തിഫാമിയ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഗൗരവം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അൽ ഖാരിഅ, മൽ ഖാരിഅ, എന്താണ് ആ ഘോര ശബ്ദം? എന്നിട്ട് ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവം പറയുന്നു. വമാ അദ്റാക മൽ ഖാരിഅ, അൽ ഖാരിഅ, ആ ഘോര ശബ്ദത്തെക്കുറിച്ച് നിനക്ക് എന്താണ് അറിയുന്നത്? ആ ഘോര ശബ്ദം കൊണ്ടുണ്ടാകുന്ന ഭയം എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കും, എത്രമാത്രം പേടിപ്പെടുത്തുന്നതായിരിക്കും, എന്താണ് അതിനെക്കുറിച്ച് നിനക്ക് അറിയുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വയൗമ യുൻഫഖു ഫിസ്സൂർ, അന്നേ ദിവസം കാഹളത്തിൽ ഊതപ്പെടുന്നതാണ്. ഫഫസിഅ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവനും, ആകാശഭൂമികളിലുള്ള മുഴുവനും പേടിച്ച് ഭയന്നുകൊണ്ട് അവർ വീഴുന്നതായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ഘോര ശബ്ദത്തെ കുറിച്ചാണ്. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, അൽ ഖാരിഅ എന്താണെന്ന് നിനക്ക് അറിയാമോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. എന്നിട്ട് ആ പരലോകത്ത് സംഭവിക്കുന്ന, ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആ പരലോകത്ത് സംഭവിക്കുന്ന അതിന്റെ ആ ഭയാനകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയാൻ. യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചിന്നിച്ചെതറിയ പാറ്റകളെ പോലെ ആയിത്തീരുന്നതായിരിക്കും. ഫറാഷ് എന്ന് പറഞ്ഞാൽ പാറ്റകളാണ്, വളരെ ഭാരം കുറഞ്ഞ പാറ്റകൾക്കാണ്, പൂമ്പാറ്റകൾക്കും അതുപോലെയുള്ള പാറ്റകൾക്കുമൊക്കെയാണ് ഫറാഷ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ചിന്നിച്ചെതറിയ പാറ്റകൾ തന്നെ ഭാരമില്ലാത്തതാണ്. അപ്പൊ ആ പാറ്റകൾ ചിന്നിച്ചെതറിയാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതുപോലെ ഭാരമില്ലാത്ത ചിന്നിച്ചെതറിയ പാറ്റകളെ പോലെ മനുഷ്യരായിത്തീരും. മനുഷ്യർ അങ്ങനെ തന്നെ ഉണ്ടാകും. ചില ഹദീസിൽ, ചില ആയത്തുകളിലൊക്കെ വന്നിട്ടുണ്ട്, യഖ്റുജൂന മിനൽ അജ്ദാസി കഅന്നഹും ജറാദുൻ മുൻതശിർ. ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളിയാണ്, ചീവിട് പോലത്തെ ഒരു സാധനമാണ് വെട്ടുകിളി എന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന രംഗം നമുക്ക് കാണാൻ പറ്റുന്ന അതേപോലെ ആയിരിക്കും മനുഷ്യരുണ്ടാവുക. കാരണം ഒരാൾ ഒഴിഞ്ഞു പോകാതെ മുഴുവൻ മനുഷ്യരും ഇങ്ങനെ ഖബറിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. അതിങ്ങനെ ചിന്നിച്ചിതറിയ പറവകൾ പോലെ, പാറ്റകൾ പോലെ ഇങ്ങനെ ഭൂമിയിൽ ഒന്നാകെ പരക്കുന്നുണ്ടാകും. കാരണം ഭൂമിയിൽ അടക്കപ്പെട്ട മുഴുവൻ ആളുകളും പുറത്തു വരികയാണ്, ഒരാളും അതിൽ ബാക്കിയാവുന്നില്ല. ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്നുകൊണ്ട് ഭൂമിയിൽ ബാക്കിയാക്കുന്നില്ല.
മറിച്ച് മുഴുവൻ മനുഷ്യരും വരുന്ന ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ മനുഷ്യരായി തീരുന്ന ഒരു രംഗത്തിലേക്കാണ് അവിടെ ഉണ്ടാകുന്നത്. അത് ഏത് രൂപത്തിലാണെങ്കിലും ശരി, അത് പുറത്തേക്ക് കൊണ്ടുവരും. അവർ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആയിത്തീരും. അതേപോലെ തന്നെ പർവ്വതങ്ങളെയും നിനക്ക് കാണാൻ സാധിക്കും. കൽ ഇഹ്നിൽ മൻഫൂഷ്, കടഞ്ഞെടുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ ആയിത്തീരുമെന്നാണ്. ഇഹ്ന എന്ന് പറഞ്ഞാൽ പഞ്ഞിക്കെട്ടിനാണ് പറയുക, കോട്ടൺ പരുത്തിക്കാണ് പറയുന്നത്. അത് കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇന്ന് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഉറപ്പിച്ചു നിർത്താനുള്ള ആണികളാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ആ പർവ്വതങ്ങൾ അത് നാളെ കടഞ്ഞെടുത്ത രോമങ്ങളെ പോലെ ആയിത്തീരും. അതെല്ലാം പൊടിഞ്ഞു തീരും. അല്ലാഹു തആല സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞല്ലോ, വബുസ്സത്തിൽ ജിബാലു ബസ്സ ഫകാനത് ഹബാഅൻ മുൻബസ്സ. അത് ചിതറിയ ധൂളികളെ പോലെ, അത് പൊടിച്ചു കളഞ്ഞാൽ അത് ചിതറിയ ധൂളികൾ പോലെ അതായിത്തീരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും നാളെ പരലോകത്ത് ഖിയാമത്ത് നാളെ സംഭവിക്കുന്ന വേളയിൽ പർവ്വതങ്ങൾ ഉണ്ടാവുക. അങ്ങനെ അവസാനം ഭൂമിയിൽ പർവ്വതങ്ങൾ ഉണ്ടാവുകയില്ല. ഭൂമി അത് നിരപ്പായൊരു സ്ഥലമായിരിക്കും. അതിൽ താഴ്ചയോ അതിൽ കയറ്റമോ ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് ഭൂമിയിൽ ഒരുപാട് താഴ്ചകളുണ്ട്, വലിയ വലിയ ഗർത്തങ്ങളുണ്ട്, അതുണ്ടാവുകയില്ല. അതുപോലെ തന്നെ വലിയ വലിയ പർവ്വതങ്ങളുണ്ട്, കൊടുമുടികളുണ്ട്. അതെല്ലാം തന്നെ അതെല്ലാം തന്നെ കടഞ്ഞെടുത്ത രോമങ്ങൾ പോലെ, അതല്ലെങ്കിൽ കടഞ്ഞ പഞ്ഞിക്കെട്ട് പോലെ ആയിത്തീരും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ ചില കാര്യങ്ങൾ മാത്രം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പരലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് നമ്മൾ ഒരുക്കിക്കൂടണം. ഇങ്ങനെ ഒരു പരലോകം വരാനുണ്ട്, അതുകൊണ്ട് എന്താണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാൻ, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു. അപ്പോൾ ഏതൊരാളുടെ മവാസീൻ, അവന്റെ തുലാസ് ഘനം തൂങ്ങിയോ, അവൻ സംതൃപ്തമായ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, സംതൃപ്തമായ സ്വർഗീയ ജീവിതത്തിലായിരിക്കും. ഇപ്പോൾ മീസാൻ ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മീസാൻ എന്ന് പറയുന്നത് തുലാസാണ്. ഹദീസിൽ കാണാൻ സാധിക്കും 2 തട്ടുകൾ തുലാസിനുണ്ട്. ആ 2 തട്ടുകളിൽ ഓരോന്നും ആകാശഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം ഉൾക്കൊള്ളാൻ മാത്രം വ്യാസമുള്ള കാര്യമാണ്. അത്രയും വലുതാണ്. അതിനൊരു നാവുണ്ട്, ആ നീഡിലുണ്ട്, അത് കൃത്യമായി അതിൻ്റെ കണക്ക് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ഭാഗത്ത് നന്മകൾ, ഒരു ഭാഗത്ത് തിന്മകളുമാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ തുലാസിൽ തൂക്കുന്നതാണ്, അമല് ചെയ്ത വ്യക്തികളെയും തൂക്കുന്നതാണ്. ഈമാനുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാവുക, അത് പറഞ്ഞിട്ടുണ്ട്. അമലുകൾ എഴുതിയ രേഖകൾ, ഏടുകൾ, അത് തൂക്കുന്നതാണ്. ഇതെല്ലാം തൂക്കുന്നതാണ്. അപ്പോൾ ആരുടെ നന്മയുടെ തുലാസാണോ ഭാരമുള്ളതായി തീർന്നത്, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ സ്വർഗീയ ജീവിതത്തിലായിരിക്കും ഉണ്ടാവുക. അവനവിടെ തൃപ്തികരമായ ജീവിതമാണ്. അവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും. അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളെയും, അവൻ്റെ റബ്ബിനെയും ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളും തൃപ്തിപ്പെടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ട, ഒരിക്കലും മടുപ്പ് വരാത്ത, ഒരിക്കലും മടുക്കാത്ത, ഒരു പ്രയാസമില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, ക്ഷീണമില്ലാത്ത അങ്ങനെയുള്ള സ്വർഗീയ ജീവിതം അവൻ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു, എന്നാൽ ആരുടെ തുലാസാണ് അത് തൂക്കം കുറഞ്ഞുപോയത്, ഭാരം കുറഞ്ഞുപോയത്, ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ അവൻ്റെ സങ്കേതം എന്ന് പറയുന്നത് അത് ഹാവിയ ആയിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഹാവിയ എന്ന് പറയുന്നത് നരകത്തിന്റെ മറ്റൊരു പേരാണ്. അങ്ങേയറ്റം ചൂടുള്ള ഹാവിയ എന്നുള്ളത് നരകത്തിന്റെ മറ്റൊരു പേരാണ്. വമാ അദ്റാക മാ ഹിയ, ആ ഹാവിയ എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? മാഹി, അതെന്താണ് എന്ന് നിനക്കറിയാമോ? നാറുൻ ഹാമിയ, അത് ചൂടേറിയ നരകാഗ്നി എത്രയെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ദുനിയാവിലെ മുഴുവൻ ചൂടും ഒരുമിച്ച് കൂട്ടിയാൽ അത് പരലോകത്ത് ചൂടിന്റെ 70 മാത്രമാണ്. ഇന്നഹ ഫുദ്ദിലത് അലാ നാരി ദുനിയ ബിതിസ്അതി വതിസ്ഈന ജുസ്അ, അതായത് 69 അത് പരലോകത്തേക്കാണ്, 1 മാത്രമാണ് ദുനിയാവിലുള്ളത്. പിന്നെ സഹാബികൾ ചോദിക്കുന്നുണ്ട്, റസൂലെ, ഈ ദുനിയാവിലെ തീ തന്നെ മതിയായതാണല്ലോ, അല്ലെ ദുനിയാവിലെ തീ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ശിക്ഷിക്കുന്നത് എന്ന് തീരുമാനിച്ചാൽ തന്നെ അത് മതിയായതാണ്. കാരണം നമ്മൾ ഒരാൾക്ക് ഒരു മിനിറ്റ് പോലും ഒരു തീ കൊണ്ടുള്ള ശിക്ഷ അത് ഏറ്റുവാങ്ങാൻ സാധിക്കുകയില്ല. സ്വന്തമായിട്ട് പോലും നമുക്കതിന് സാധിക്കുകയില്ല. അത്രയും പ്രയാസമുണ്ടാകും, അത്രയും ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടുണ്ടാകും. പക്ഷേ പരലോകത്തുള്ള തീ എന്ന് പറയുന്നത് അതിൻ്റെ 70 ഇരട്ടിയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. അധികമൊന്നും വിശദീകരിച്ചിട്ടില്ല, നേരെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ആരാണോ നന്മകൾ ചെയ്യുന്നത് അവരുടെ നന്മകൾ അത് തൂക്കും വളരെ കൃത്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹുമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു ഉറുമ്പിന്റെ കാലിന്റെ വലിപ്പമുള്ള നന്മയാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല
അത് തൂക്കുന്നതാണ്, രേഖപ്പെടുത്തുന്നതാണ്. അത് അവൻ അവിടെ കാണുക തന്നെ ചെയ്യും. എന്നാൽ വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ആരെങ്കിലും തതുല്യമായ ഒരു ഷർറാണ് അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതവിടെ കാണുന്നതാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി തൂക്കുന്നതാണ്. അതുകൊണ്ട് ഒരു നന്മയെ നമ്മൾ നിസ്സാരമാക്കി കാണാൻ പാടില്ല. അതൊരു ദിക്റാകട്ടെ, ഒരു ദുആ ആകട്ടെ, നമ്മൾ ചെയ്യുന്ന ഏതേത് ഒരു പുഞ്ചിരിയാകട്ടെ, ഇതെല്ലാം സൽക്കർമ്മമാണ്. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരലോകത്ത് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കും. കാരണം ഒരു നന്മയെ നമ്മൾ നിസ്സാരമാക്കി കാണുകയില്ല. കാരണം അതിൽ ഒരു നിസ്സാരമായി ഈ ഒരു നന്മയായിരിക്കും ചിലപ്പോൾ എനിക്ക് നാളെ സ്വർഗത്തിലേക്ക് എൻ്റെ തുലാസ് ആക്കി തീർക്കുന്നത് എന്നാലോചിച്ചാൽ നമുക്ക് ഒരു നന്മയും അത് അധികമായി തോന്നുകയില്ല. അല്ല, എത്ര നമ്മൾ ചെയ്താലും ചിലപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ നാളെ തുലാസിൽ തൂക്കം കൂട്ടുന്നത്. ആ ദുനിയാവിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ അവസാനം നമ്മൾ ഇടുന്ന ഒരു വസ്തുവാണ് ആ തൂക്കത്തെ ഒപ്പിക്കുന്നത്. അതുവരെ തൂക്കം ഇപ്പുറത്താണ് ഉണ്ടാവുന്നത്. നമ്മൾ അവസാനം ചെയ്യുന്ന ഒന്നുണ്ടല്ലോ, അല്ലാതെ മുഴുവനും എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അവസാനം നമ്മൾ ഇടുന്ന ഒന്നുണ്ട്, അതും കൂടി ആവുമ്പോഴാണ് തൂക്കം എത്തുന്നത്. അതേപോലെ തന്നെയാണ് പരലോകത്തും. നമ്മൾ അവസാനം ചിലപ്പോൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മൾ നിസ്സാരമെന്ന് കരുതിയ ഒരു സൽക്കർമ്മമായിരിക്കാം നാളെ പരലോകത്തേക്ക് എത്തുന്നത്. ചില ഹദീസുകളിൽ കണ്ടിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയും. ആ വാക്ക് പറയുമ്പോൾ ലാ യുൽഖി ലഹാ ബാലൻ, അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് അവന് സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന ഒരു വാക്കായിരിക്കും. സ്വർഗത്തിലേക്ക് എത്താൻ അത് മതിയായതാണ്. തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, വേറെ ചില വാക്കുകൾ അവൻ പറയും, ലാ യുൽഖി ലഹാ ബാലൻ, അതിന് യാതൊരു ചിന്തയും അവൻ കൊടുത്തിട്ടില്ല, അവന്റെ ബുദ്ധിയിൽ അവൻ ചിന്തിച്ചിട്ടില്ല. അത് കാര്യമായി ചിന്തിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, അത് കിഴക്ക് പടിഞ്ഞാറിന്റെ ആഴത്തിലേക്ക് അവനെ നരകത്തിലേക്ക് പതിപ്പിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നന്മയാകട്ടെ തിന്മയാകട്ടെ അതിലൊന്നും ചെറുതില്ല. തിന്മ എത്ര ചെറുതാണെങ്കിലും അത് കാണും, നന്മ എത്ര ചെറുതാണെങ്കിലും അതവിടെ കാണും. ഇത് സഹോദരങ്ങളെ പരലോകത്തെക്കുറിച്ച് നന്നായി ഭയപ്പെടാനും അങ്ങനെ നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ആക്കാനുമായി പരിശ്രമിക്കേണ്ടതാണ്. ഇനി ഇത് രണ്ടിലും പെടാത്ത ചില ആളുകൾ ഉണ്ടാകും. അവരാണ് അറാഫിന്റെ ആളുകൾ എന്ന് പറയുന്നത്, അസ്ഹാബുൽ അറാഫ്. അവരുടെ നന്മയും തിന്മയും ഒരേപോലെ ആയിരിക്കും. അവർ പ്രത്യേകമായ ഉയരമുള്ള സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അവർക്ക് സ്വർഗ്ഗക്കാരെയും നരകക്കാരെയും കാണാം. അതുകൊണ്ട് അങ്ങനെയുള്ള വിഭാഗവുമുണ്ട്. അവർക്ക് അതിൻ്റെതായ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വേറെ അവർക്ക് ഒരുക്കുന്നതായിരിക്കും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ആ ഒരു നന്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേർക്കുനേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമായിരുന്നു എന്ന് ആളുകൾ ചിന്തിക്കും. നരകത്തിലേക്ക് നോക്കുമ്പോൾ റബ്ബേ നരകത്തിലേക്ക് ഞങ്ങളെ പതിപ്പിക്കല്ലേ എന്നവർ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും അറാഫിന്റെ ആളുകൾ എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ അവസാന ജുസ്കളിലുള്ള സൂറത്തുകളെല്ലാം തന്നെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഖൽബുകളെ പിടിച്ചു കുലുക്കേണ്ടതായ വാചകങ്ങളാണ്, ആയത്തുകളാണ് ഇതിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന് ബാധിച്ചിട്ടുള്ള കാഠിന്യം അത് നൈർമല്യമുള്ളതാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ യഥാവിധം ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.